എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ 6-ാം തീയതിയാണ്, ജൂൺ 6-ാം തീയതി വെള്ളിയാഴ്ചയാണ് RBI പോളിസിയുടെ അവസാന അവലോകന റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ റിപ്പോ നിരക്കുകൾ കൂടുമോ കുറയുമോ എന്നുള്ളതാണ് വിപണി ഉറ്റുനോക്കുന്നത്. അപ്പോൾ റിപ്പോ നിരക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വിപണി നല്ല രീതിയിൽ മുകളിലേക്ക് പോകാനായിട്ട് സാധ്യതകളുണ്ട്. നമുക്ക് അതിന്റെ ഡീറ്റെയിലേക്ക് പോവാം. അപ്പോൾ RBIയുടെ MPC യോഗം ഉടൻ എന്നാണ് പറയപ്പെടുന്നത്. അതായത് റിപ്പോ നിരക്ക് കൂട്ടുമോ കുറയ്ക്കുമോ, വായ്പാ നിരക്കുകളെ ഇത് എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്. അപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ജൂൺ 4 മുതൽ 3 ദിവസത്തേക്ക് അതിന്റെ മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജൂൺ 6 വെള്ളിയാഴ്ചയാണ് യോഗത്തിലെ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുക, അതായത് ജനങ്ങൾക്ക് അറിയിക്കുക. അപ്പൊ ഇത്തവണ RBI റിപ്പോ നിരക്ക് കുറയ്ക്കുമോ എന്നുള്ളതാണ് വിപണി ഉറ്റുനോക്കുന്നത്. അപ്പൊ നിരക്ക് കുറച്ചാല് നിക്ഷേപകരെയും വായ്പ എടുക്കുന്നവരെയും അത് എങ്ങനെ ബാധിക്കും? പണലഭ്യത, പണപ്പെരുപ്പം, സാമ്പത്തിക സ്ഥിരത എന്നിവ നിയന്ത്രിക്കുവാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതായത് RBI നിശ്ചയിക്കുന്ന റിപ്പോ നിരക്ക് സഹായിക്കുന്നുണ്ട് നമ്മുടെ വിപണികളെ. അപ്പൊ അന്ന് പ്രഖ്യാപിക്കുന്ന തീരുമാനങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർക്ക് ആകാംക്ഷയുണ്ട്. കാരണം ഇത് തുടർച്ചയായി 3-ാം തവണയാണ് ഈ യോഗം നടക്കുന്നത്. ഇതിനു മുമ്പ് നടന്നത് എപ്പോഴും ഫെബ്രുവരിയിലും ഏപ്രിൽ മാസത്തിലുമായി നടന്നത്. ഈ 2 തവണയും RBI അടിസ്ഥാന പലിശ നിരക്ക് 25 BPS പോയിന്റ് വീതം കുറച്ചിട്ടുണ്ട്. അതിനാൽ ഇത്തവണയും 25 BPS കുറയ്ക്കുമോ എന്നുള്ളതാണ് വിപണി ഉറ്റുനോക്കുന്നത്. നമുക്കറിയാം റിപ്പോ നിരക്ക് കുറച്ചു അല്ലെങ്കിൽ കൂട്ടി എന്നൊക്കെ. എന്താണ് ഈ റിപ്പോ നിരക്ക്? അതായത് രാജ്യത്തെ എല്ലാ ബാങ്കുകൾക്കും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്കും RBI പണം വായ്പ നൽകുന്നതിന്റെ പലിശ നിരക്കാണ് റിപ്പോ നിരക്ക്. നിലവിലെ റിപ്പോ നിരക്ക് 6%. റിപ്പോ നിരക്ക് ഉയർന്നാൽ ഭവന വായ്പകളുടെയും വ്യക്തിഗത വായ്പകളുടെയും പലിശ നിരക്കുകൾ ഉയരും. റിപ്പോ നിരക്കിലെ മാറ്റങ്ങൾ വായ്പകളെയും നിക്ഷേപങ്ങളിലെയും സ്വാധീനിക്കും. അപ്പൊ റിപ്പോ നിരക്ക് ഉയർന്നാൽ ബാങ്കുകൾക്ക് വായ്പകൾ എടുക്കുന്നത് ചിലവേറിയ കാര്യമാകുന്നു. ബാങ്കുകൾ ഈ വർദ്ധിച്ച ചെലവ് അവരിങ്ങനെ വായ്പ എടുക്കുമ്പോൾ കൂടുതൽ പലിശ റിസർവ് ബാങ്കിന് കൊടുക്കണ്ടേ. അപ്പൊ ആ പലിശ അവർ താങ്ങില്ല. ഉപഭോക്താക്കളുടെ തലയിലിടും, അല്ലെങ്കിൽ ഉപഭോക്താക്കൾക്ക് ആ പലിശ ഭാരം കൈമാറുന്നു. ഇത് ഭവന വായ്പകള്, മറ്റു പലിശ നിരക്കുകൾ എല്ലാം വർദ്ധിക്കുന്നതിനും ജനങ്ങളുടെ EMI അതായത് തുല്യമായ മാസവേതന ഉള്ളത് അത് വർദ്ധിക്കാനും ഇടവരുത്തുന്നു. എന്നാൽ റിപ്പോ നിരക്ക് കുറഞ്ഞാൽ വായ്പയുടെ പലിശ കുറയും. ഇത് ജനങ്ങൾക്ക് ഒരു താങ്ങാനാവുന്ന ഒരു EMI ഉറപ്പുവരുത്തുന്നു. അപ്പൊ ഭവന വായ്പ എല്ലാം എടുത്തവർക്ക് EMIയിൽ കുറവ് വരുന്നു. പക്ഷെ അതിനൊപ്പിച്ച് നിക്ഷേപങ്ങൾക്ക് പലിശയും കുറയുന്നുണ്ട്. അപ്പൊ വായ്പ എടുക്കാൻ പദ്ധതിയുള്ളവരും നിലവിൽ വായ്പ ഉള്ളവരും ആദ്യം റിപ്പോ നിരക്കിലെ ഈ മാറ്റങ്ങളുണ്ട്. RBI ഈ മാറ്റങ്ങള് അവരുടെ അല്ലെങ്കിൽ തീരുമാനിക്കുന്ന ഭവന വായ്പകളെ അല്ലെങ്കിൽ അതിന്റെ ചെലവുകളെ എങ്ങനെ ബാധിക്കുമെന്ന് അറിഞ്ഞിരിക്കണം. കഴിഞ്ഞ പ്രാവശ്യം അതായത് 2025 ഏപ്രിൽ 9-നാണ് ഈ വർഷത്തെ 2ാമത്തെ RBI മോണിറ്ററി പോളിസി നടന്നത്. ഈ യോഗത്തിൽ അവസാനം റിപ്പോ നിരക്കിൽ ഏകദേശം 25 ബേസിസ് പോയിന്റ് ആണ് കുറച്ചത്. അത് കുറച്ചിട്ട് 6%. ഇനി ഈ 6% റിപ്പോ നിരക്ക് വന്നല്ലോ. അപ്പൊ അത് ഒരു സാധാരണക്കാരന്റെ ഭവന വായ്പകളെ എങ്ങനെ ബാധിക്കും എന്നതിനെ കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം. അതായത് നമ്മൾ ഒരു 20 വർഷ കാലാവധിയുള്ള ഒരു ഭവന വായ്പ എടുക്കുന്നു വിചാരിക്കുക. 50 ലക്ഷം രൂപയ്ക്ക് അപേക്ഷിച്ചാൽ എത്ര രൂപയാണ് നമുക്ക് EMI വരാം? നിലവിൽ റിപ്പോ നിരക്ക് 6%. നമുക്കറിയാലോ അത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പ്രതിമാസം EMI ഏകദേശം 35,816 രൂപയായിരിക്കും. എന്നാൽ ഒരു പക്ഷെ ഇത്തവണ റിപ്പോ നിരക്ക് വർദ്ധിച്ചാൽ അത് 6.4% വർദ്ധിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? അപ്പോൾ നമ്മുടെ EMI വർദ്ധിക്കും. അതായത് 37,027 രൂപയായിട്ട് EMI ഉയർന്നതായിട്ട് നമുക്ക്. അതായത് അപ്പോൾ എല്ലാ മാസവും
1211 രൂപയുടെ വർധനവ് നമ്മുടെ തലയിലായിട്ട് വരും. എന്നാൽ മറിച്ച് സംഭവിക്കുകയാണെങ്കിൽ, അതായത് റിപ്പോ നിരക്ക് ഒരു പക്ഷെ കുറയുകയാണെങ്കിൽ എത്രയായിരിക്കും EMI കുറവ് വരിക, അല്ലെങ്കിൽ എത്രയായിരിക്കും EMI വരിക? ഉദാഹരണത്തിന് ഇത്തവണ റിപ്പോ നിരക്ക് 6% ഇപ്പൊ നിലവിലുള്ളത്. അത് 6% നിന്ന് 5.6% ആയാൽ നമ്മുടെ EMI എത്ര വരും? ഏകദേശം 34,579 രൂപയായി കുറയും. അപ്പൊ ഇത് പ്രതിമാസം എത്ര ലാഭം നമുക്ക് ഉണ്ടാക്കി തരും? 1237 രൂപയുടെ ലാഭം നമുക്ക് ഉണ്ടാക്കി തരും. അപ്പൊ ഈ രണ്ട് സാഹചര്യങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ജൂൺ 6 വരെ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ജൂൺ 6 നമുക്ക് അറിയുകയുള്ളൂ കുറയുമോ അല്ലെങ്കിൽ കൂട്ടുകയോ എന്നുള്ളത്.